ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് സത്യം പറയാൻ നമ്മുടെ സമയം കൊല്ലി ദിവസമായിരുന്നു അല്ലേ. മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് പറ്റിയില്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ കാരണം നമുക്കൊരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അതാണ് അതിനകത്തിൽ പറ്റിയ മിസ്റ്റേക്കല്ല, നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി വന്നില്ല, നമ്മൾ ഉപയോഗിച്ചില്ല. ഒരു പ്രാവശ്യം ഞാൻ ബൈ ഫോഴ്സിലൊരു കോൾ എടുത്തു. അത് സത്യം പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് ബൈ പ്രഷർ കൊണ്ടാണ്. കാരണം ഇത്രയും നേരം നിങ്ങൾ നോക്കിയിരുന്നു. ഞാൻ എന്നിട്ട് അപ്പോൾ ഈ ധാരാളം പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ മാർക്കറ്റ് ടൈമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കരുത് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അല്ലാതെ ഈ സാറേ സി കയറുമോ, പി എടുക്കാമോ, ഇവിടുന്ന് എങ്ങോട്ട് പോകും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് എനിക്ക് ദയവ് ചെയ്ത് മാർക്കറ്റ് ടൈമിൽ മെസ്സേജ് അയക്കില്ല. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. ആര് മെസ്സേജ് അയച്ചാലും ആരെ ഞാൻ നിരുത്സാഹപ്പെടുത്താറില്ല. ആരെന്ത് ചോദിച്ചാലും ഞാൻ എൻ്റെ സമയം പോലെ മെസ്സേജ് കാണുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ മാർക്കറ്റ് ടൈമിൽ നിങ്ങൾ സി എടുക്കട്ടെ, പി എടുക്കട്ടെ, ഇവിടുന്ന് മേലോട്ട് പോവോ, താഴോട്ട് പോവോ, എവിടെ വരെ പോവും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കെല്ലാം ദയവ് ചെയ്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവുമല്ലോ. മാർക്കറ്റ് ടൈമിൽ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കുകയില്ല. ഓക്കെ, അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു ഇല്ലേ. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റ് ഏതാണ്ട് 85-90 പോയിൻ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കയറി പോലെ അത്രയും പോയിൻ്റ് നേരെ താഴെ പോരും. എത്രയാണ് ഗ്യാപ്പ് അപ്പ്, അത്രയും പോയിൻ്റ് നേരെ താഴെ വന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ ഈ ക്ലോസിങ്, നിങ്ങൾ ഇന്നലത്തെ ഈ ക്ലോസിങ് ശ്രദ്ധിക്കണം. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഞാനിവിടെ ഒരു വര വരച്ചായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനവിടെ വര വരച്ചിട്ടാണ് നിങ്ങൾ എന്നെ ശാന്തമായിട്ട് കേൾക്കണം കേട്ടോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ഇന്നലെയൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഏകദേശം 10-200 പേരോളം ജോയിൻ ചെയ്തു. നിങ്ങളോടല്ല ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് ഏതാണ്ട് പിന്നെ മാജിക്ക് പോലെ വന്ന് മേടിച്ചുകൊണ്ട് പോകാം എന്നുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. ഇവിടെ തികച്ചും സ്റ്റഡിയാണ്, ബേസ്ഡ് ഓൺ ചാർട്ട്. ഓക്കെ, ചാർട്ടിനകത്തിൽ എന്ത് സംഭവിക്കുന്നു, ചാർട്ടിനകത്തിലെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യം മാത്രമാണ്. ഇതൊരു പഠനമാണ്. അല്ലാതെ ഇവിടെ ഒരു കോൾ വിൽപ്പന പരിപാടിയോ കോൾ കൊടുക്കുന്ന പരിപാടിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ചാർട്ട് ബേസ്ഡായിട്ട് ചാർട്ടിനകത്ത് നമുക്ക് എന്ത് കാണുന്നു അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം, അതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മിനിമം 1 മാസം എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിൽന്നാൽ മതി, അല്ലാത്തവരൊന്നും നിൽക്കേണ്ട. നിങ്ങൾക്ക് ഒരു പ്രയോജനം കാണത്തില്ല, മനസ്സിലായോ? ഒരു പ്രയോജനം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നോ, അത് നടക്കുകയില്ല. അത് നിങ്ങൾക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാനിവിടെ പഠിപ്പിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാനാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നാളെ ഞാൻ പോയാലും വേറൊരാൾ പോയാലും സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ നാളെ ഒരു ദിവസം ഞാൻ വന്നില്ല, നിങ്ങൾ അങ്ങനെ ട്രേഡ് എടുക്കും? അങ്ങനെ കോൾ വന്ന് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റുകയില്ല. അപ്പം ഇത് നിങ്ങൾ 1 മാസം എൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതികൾ പിടികിട്ടും, മനസ്സിലായി? അപ്പോൾ ആ രീതികൾ വെച്ചിട്ട് എങ്ങനെയാണ് എവിടെ ഇറങ്ങണം, എവിടെ കയറണം, എന്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സിറ്റ് ആകണം, അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് നടന്നെങ്കിൽ നടക്കത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ച് കണ്ട് നമ്മൾ ഒരു വഴി കൂടെ ഇങ്ങനെ നമ്മൾ രണ്ട് സുഹൃത്തുക്കളാണ് ഒരു വഴി കൂടെ നടക്കുക. അപ്പോൾ അവർ കഥകൾ പറഞ്ഞായിരിക്കും പോകുന്നത്. അപ്പോൾ പോകുന്ന വഴികളിൽ പല കാര്യങ്ങൾ നമ്മൾ കാണും, പലരെ കാണും, പല കാഴ്ചകൾ കാണും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. രാവിലെ 9:15 നമ്മൾ തുടങ്ങുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ എത്ര വല്ല നമ്മളൊരു വണ്ടിക്കകത്ത് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വഴികളിൽ കാണുന്ന കാഴ്ചകളെപ്പറ്റിയും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ അതിനെപ്പറ്റി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 9:15 തുടങ്ങുന്നു, മാർക്കറ്റിൽ നടക്കുന്ന ചാർട്ട് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്, എല്ലാ സാധ്യതകളെപ്പറ്റി നമ്മൾ സംസാരിക്കും. അത് വെച്ചിട്ടാണ് നമ്മളൊരു ട്രേഡ് എടുക്കുന്നത്. അല്ലാതെ ഇവിടെ CP കോള് തന്നുള്ള പരിപാടിയല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഈ 1 മാസം നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ, അതർവൈസ് യു ക്യാൻ ലീവ്.
ദർ ഇസ് നോ ഇഷ്യൂ. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് വീണ്ടും മാർക്കറ്റിലോട്ട് വരാം. അപ്പം ഇവിടെ ഞാനിവിടെ ഒരു വര വരച്ചു. ഇന്നലത്തെ ക്ലോസിങ് ഞാനിവിടെ ഒരു വര വരച്ചിരുന്നു ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകില്ല. മാർക്കറ്റ് ഇവിടുന്ന് 80 പോയിൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാർക്കറ്റ് താഴെ വന്ന് ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം, എന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കേ, ഈ ഒരു ക്യാൻഡിൽ ഒന്നാമത്തെ ക്യാൻഡിൽ വീണു, രണ്ടാമത്തെ ക്യാൻഡിൽ വീണു, മൂന്നാമത്തെ ക്യാൻഡിൽ നേരെ താഴെ പോയതിന് ശേഷം മോളി വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ. മോളി വന്ന് ക്ലോസ് ചെയ്തപ്പോഴും നമുക്കിവിടെ ഒരു കൺഫർമേഷൻ ഇല്ല ഇവിടുന്ന് ഒരു ട്രേഡ് മേലോട്ട് ട്രേഡ് എടുക്കാൻ. കാരണം നമ്മുടെ ക്രൈറ്റീരിയ എന്തുവാ, 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ 80% ബോഡി അല്ലേ, അല്ലെങ്കിൽ ഒരു 75% ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡിനുള്ളൊരു സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു സാധ്യത ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്രൈറ്റീരിയ ഇല്ലേ. ആ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫിൽ ആയില്ല. അടുത്ത ക്യാൻഡിൽ വീണു, ഇവിടെ വരെ ഗ്രീൻ പോയി, അതിനുശേഷം നേരെ താഴെ വന്ന് റെഡ് ക്ലോസ് ചെയ്തു ഇല്ലേ. ഇപ്പോഴും നമ്മുടെ ഇവിടെ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫിൽ ആയില്ല, താഴോട്ടാണെങ്കിൽ നമുക്ക് ട്രേഡ് ഇല്ല. അടുത്ത ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്തു, പക്ഷേ ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ ക്യാൻഡിൽ എന്തുവാ, ഒരു ഡോജി എന്നോ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. മാർക്കറ്റ് എങ്ങോട്ടോ മുകളിലോട്ടോ താഴോട്ടോ പോകാൻ വയ്യാത്ത രീതിയിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻസോടുകൂടിയാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തത്. എപ്പോഴും നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയാലും എന്താണ്, നമുക്ക് താഴെ ആയാലും ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ 80% ബോഡിയോടുകൂടെ അല്ലെ 75% ബോഡിയോടുകൂടെ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ക്ലോസിങ് കിട്ടിയില്ല. അപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ എന്തോ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതിന് ശേഷം വീണ്ടും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വീണു. ഇത് വലിയ ഗ്രീൻ ക്യാൻഡിൽ വീണപ്പോഴും അവിടെ എന്താ സംഭവിച്ചത്, പകുതി അപ്പുറത്തും പകുതി നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ്, പക്ഷെ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തുമാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ. അടുത്ത ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ പോയി, എപ്പോഴും അതും തദൈവ തന്നെ. പിന്നെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ വീണു, നേരെ താഴെ വരെ പോയിട്ട് വേണ്ട തിരിച്ച് മേളി പോയി ക്ലോസ് ചെയ്തു. അടുത്ത വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ എൻട്രി ഇല്ല, മനസ്സിലായോ. നമുക്കൊരു പ്രോപ്പർ എൻട്രി വേണം. നിങ്ങൾക്ക് പറയൂ, ഇവിടുന്ന് ഈ ക്യാൻഡിൽ നമുക്ക് എടുത്തിരുന്ന് നമുക്ക് ഇവിടം വരെ കിട്ടിയെന്ന് പറയാം. ഇത് പറയാം, എപ്പോൾ പറയാം, മാർക്കറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തള്ളാം വേണമെങ്കിൽ ഇല്ലേ. മാർക്കറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പക്ഷേ ലൈവ് മാർക്കറ്റിൽ സഹോദരങ്ങളെ നടക്കുന്ന കേസല്ല, ലൈവ് മാർക്കറ്റിൽ നടക്കത്തില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യൂ കിട്ടത്തില്ല. നിങ്ങളതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്കവിടെ അവിടെ നമുക്കൊരു ട്രേഡ് ഇല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, നമുക്ക് എൻട്രി കിട്ടത്തില്ല. വേണമെങ്കിൽ ഇവിടെ എൻട്രി കിട്ടുന്ന ആർക്കാ, പച്ച കാണുമ്പോൾ സിയും ചുവപ്പ് കാണുമ്പോൾ എന്തുവാ പി എടുക്കുന്ന ആൾക്കാർക്കാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ കിട്ടിക്കാണും. ഈ പച്ച കണ്ടിട്ട് കയറി വേണം ഇവർക്ക് ഇവിടെ കിട്ടിക്കാണുന്നത്, എനിക്ക് ഘോരം എനിക്ക് പ്രസംഗിക്കാം. ഓക്കെ, ഞാനിവിടെ ട്രേഡ് എടുത്തുകൊണ്ടോ, എൻ്റെ ഇവിടെ നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ്, ഇവിടുന്ന് കേട്ട് എനിക്ക് ഇത്രയും കിട്ടിയെന്ന് പറയും. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ഈ പോക്കിൻ്റെ നാൾ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മുഴുവൻ ടെൻഷൻ തന്നതാണ് ഇത്രയും ഒരു മൂവ്മെൻറ്റ് നടന്നത് അല്ലേ. ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു, ചെറിയൊരു ഗ്രീൻ്റെ, പിന്നെ റെഡ്, പിന്നെ ഒരു ഗ്രീന്, പിന്നെ റെഡ്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇവിടം വരെ വന്നു, ഈ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഇവിടം വരെ ഫുൾ ബോഡി വന്നതിന് ശേഷം ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത്. അടുത്ത ക്യാൻഡിൽ ഇവിടം വരെ ഗ്രീൻ പോയതിന് ശേഷം ഇവിടെ വന്ന് റെഡ് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിത് ഓരോ ക്യാൻഡിൽ പരിശോധിക്കുമ്പം നമുക്കൊരു ആത്മവിശ്വാസക്കുറവാണ് ഇല്ലേ. നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല, ഒരു ട്രേഡ് എടുക്കാനുള്ള വകുപ്പ് നമുക്കിവിടെ ഇല്ല, മനസ്സിലായി. ഇതിങ്ങനെ ഓരോ ക്യാൻഡിൽ മേലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, ഇതിങ്ങനെ ആടി ഇവിടം വരെ വന്നിട്ടാണ് ഇവിടുന്നാണ് ഒരു ബ്രേക്കൗട്ട് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ഈ അടുത്ത ക്രൈറ്റീരിയ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പോയി, ഇത്രയും നമുക്ക് ട്രേഡ് കിട്ടിയില്ല. ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇവിടെ ഇത് കിട്ടിയില്ല. അവസാനം വന്നപ്പോൾ വലിയൊരു ക്യാൻഡിൽ വീണു. ഈ ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ട്രേഡ് ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ ഇത് എന്താണ്, നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിവിടെ വന്ന് റീടെസ്റ്റ് എടുക്കണം, എന്നിട്ട് തിരിച്ചു പോകണം ഇല്ലേ. ഇല്ല, റീടെസ്റ്റ് എടുക്കാതെ തിരിച്ചു പോയി, നമുക്കിവിടെ എൻട്രി ഇല്ല, കിട്ടിയില്ല. ഓക്കെ, സമ്മതിച്ചു, വിട്ടേരെ, നമുക്ക് ട്രേഡ് ഇല്ല. ഇവിടെ നമ്മൾ വിചാരിച്ചത് ഇവിടുത്തെ താഴോട്ട്, ഇവിടെ ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രേഡ് പറഞ്ഞു, നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആകാതെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു പി പറഞ്ഞു ഇല്ലേ. താഴോട്ട് ഇവിടം വരെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടി, ഇത് റെഡ്, ഇവിടം വരെ റെഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പി നോക്കാം. ഇത് എസ് എൽ ഇട്ടുകൊണ്ട് ഒരു ഹൈ എടുക്കാമെന്ന് പറഞ്ഞു. അവസാനം നേരെ പോയി, നേരെ അടുത്തൊരു വലിയ ക്യാൻഡിൽ വീണു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഇല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് ഇവിടെ പറഞ്ഞു, ഇവിടെ ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ എടുത്തത് ഇല്ലേ. പക്ഷേ അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ക്യാൻഡിൽ കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പി ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിയത്. പക്ഷേങ്കിൽ അത് കാരണം നമ്മുടെ ക്രൈറ്റീരിയ ഒന്നും ഇവിടെ ഫില്ലായില്ല.
ആയോ? ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ കിട്ടിയില്ല. കിട്ടാതെ നമ്മൾ ഇവിടുന്ന് ഞാൻ അപ്പോൾ പറഞ്ഞു ഹൈ റിസ്കി ആണ്, ഹൈ റിസ്കി കോളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇല്ലേ? ഹൈ റിസ്കി ആണ് ഉള്ളത് മാത്രം എടുത്താൽ ഞാൻ പറഞ്ഞായിരുന്നു. എങ്കിൽ തന്നെ ഞാനും എടുത്തു. അവസാനം സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമ്മൾ അവിടെ നഷ്ടത്തിൽ ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം രണ്ടാമത്തെ കോളാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ, ഈ ഹൈ വന്നപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ഒരു വകുപ്പ് നോക്കി. പക്ഷേങ്കിൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള ഒരു ഇത് കിട്ടിയില്ല. മനസ്സിലായോ? നമ്മൾ ഇവിടുന്നാണ് എടുത്തത്. ഇവിടെ എനിക്കൊന്ന് ഈ ഇത് കണ്ടിട്ടാണ് എടുത്തത് അല്ലേ? നമ്മൾ ഈ ലെവലിലാണ് ഇവിടുന്ന് എടുത്തത്. പക്ഷേ എടുത്തെങ്കിലും മേലോട്ട് പോയി തട്ടി നേരെ തിരിച്ചു വന്നു. ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എടുത്തെങ്കിലും നമുക്കൊരു ഒന്നുകിൽ അവസാന നിമിഷം കോസ്റ്റിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ചെറിയ ലാഭത്തിൽ ചെറിയ നഷ്ടത്തിൽ നമുക്ക് ഇവിടുന്ന് ലാസ്റ്റ് വന്നപ്പോൾ ഇറങ്ങും. കാരണം നമുക്കിവിടെ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല. പിന്നെ ദൈവാധീനം പോലെ ഇന്ന് പിന്നെ DK ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഇവിടുന്ന് ഊരി പോരാൻ പറ്റും. വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നഷ്ടമല്ല ലാഭമായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം പഠിക്കാൻ പറ്റി ഇല്ലേ മാർക്കറ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം വീണ്ടും നമ്മൾ അരക്കിട്ട് ഉറപ്പിച്ചു, ക്രൈറ്റീരിയ ഫുള്ളാകാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. നമ്മുടെ റൂൾസ് ഫുൾഫില്ലാകാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഇന്നുകൊണ്ട് പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ദയവ് ചെയ്ത് മാർക്കറ്റ് ടൈമിൽ ഇടയ്ക്ക് എന്നെ ആരും മെസ്സേജ് അയക്കുകയോ ഇങ്ങനെ ചോദിക്കുകയോ ചെയ്യില്ല. അത്യാവശ്യം എന്തെങ്കിലും പ്രശ്നം പെട്ടുപോയെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അല്ലാതെ നിങ്ങളിങ്ങനെ C എടുക്കട്ടെ P എടുക്കട്ടെ എന്നെ വിളിച്ച് ചോദിക്കരുത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അവസാനം അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു, ഒരു സിക്സാഗ് രീതിയിൽ കൺസോൾട്ടേഷൻ മോഡിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നുള്ളതാണ്. US മാർക്കറ്റ് 100-150 കണ്ടതാണ്. ഇപ്പം വീണ്ടും ഫ്ലാറ്റായി ഇല്ലേ? നമ്മുടെ നിഫ്റ്റിയും ഏകദേശം നെഗറ്റീവ് സൈഡിലാണ്. 23,328 നെഗറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. US മാർക്കറ്റും ഒരു ഫ്ലാറ്റ് രീതിയിലാണ് പോകുന്നത്. കാരണം ഇന്ന് 100 കണക്കിന് കോൺട്രാക്റ്റുകൾ ഇന്ന് ട്രംപ് സൈൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പം അതിനകത്തിൽ ഇന്ത്യയെ എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വില്ലൻ ട്രംപാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം പറഞ്ഞ് അങ്ങ് നീണ്ടു പോവാം. ഓക്കെ, അപ്പം നമ്മൾ നാളെ ഇനി എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം മാർക്കറ്റ് ഇതിപ്പോൾ നമുക്കിനി നാളത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ വരച്ചിട്ടേക്കുന്ന ലെവലാണ് നാളത്തെ ലെവൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്കോ താഴോട്ട് ബ്രേക്കോ എന്നുള്ളത് നോക്കണം. ഈ ലൈൻ ഇനി ബോക്സിൻ്റെ ആവശ്യമില്ല. ഈ ബോക്സിൻ്റെ ഇത് കഴിഞ്ഞു. ഓക്കെ, ഈ ബോക്സിൻ്റെ കോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ബോക്സ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷെങ്കിൽ അത് കളഞ്ഞെങ്കിലും നമുക്കിവിടെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കതൊരു സപ്പോർട്ട് നമുക്ക് വരച്ചിട്ടേക്കാം. ഇവിടെ ഇതാണോ എല്ലാം കൺഫ്യൂഷനാണ്. ഇത് ഒരു ലെവല് ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഇത് ഒരു ലെവലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇതൊരു രണ്ടാമത്തെ ലെവല്. ഇതൊരു രണ്ടാമത്തെ ലെവൽ. ഈ രണ്ട് ലെവലിൽ നോട്ടെ. ഇത് വേണ്ട. മൂന്നാമത്തെ ലെവൽ താഴോട്ട് നമുക്കുള്ളത് പറയാൻ ഇതാണ് മൂന്നാമത്തെ ലെവൽ. നാലാമത്തെ ലെവൽ ഈ 4 ലെവലാണ് നാളത്തെ ഇൻട്രാഡേ. ഓക്കെ, നാളത്തെ ഇൻട്രാഡേ ഈ 4 ലെവലാണ്. ഓക്കെ, മോളോട്ട് നമുക്ക് ട്രേഡ് ഇതിനകത്താണ് ട്രേഡ് കൺഫർമേഷൻ. ഇത് തന്നെ ഇത് വേണ്ട പോട്ടെ. നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് പോകണം. ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് ഒരു ട്രേഡ് നമുക്ക് മുകളിലോട്ട് നോക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൂടെ സസ്റ്റെയിൻ ചെയ്ത് കിട്ടണം. കൺഫർമേഷൻ നമുക്ക് ഈ 23,400 23,400 മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല റാലി മുകളിലോട്ട് കിട്ടും. അപ്പോൾ 23,400 വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ റിസ്ക് എടുക്കുന്നവർക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. 23,377 റിസ്ക് എടുക്കുന്നവർക്ക് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. സേഫ് ട്രേഡേഴ്സിന് 23,400 മുകളിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ബാക്കി എല്ലാം ഇവിടെ അത് പഴയ നമ്മുടെ ലൈൻ തന്നെയാണ് ഇവിടെ കിടന്നോട്ട്. ഓക്കെ, ഇന്ന് രാത്രി നമുക്ക് വെരി ക്രൂഷ്യലാണ്. നമ്മുടെ വില്ലൻ ഇന്ന് ട്രംപാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് അപ്പോൾ നാളെ ഒരു നല്ല ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. നാളെ ഒരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയ്ക്ക് ക്രൂഷ്യലാണ്.
അപ്പം വീഴുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വീഴ്ച നമുക്ക് കിട്ടും. വീഴുവാണെങ്കിൽ നല്ല വീഴ്ച നമുക്ക് കിട്ടും എന്നുള്ള കാര്യം വളരെ കൺഫേമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വീഴുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നമുക്ക് കൺഫേം ചെയ്യാം. അങ്ങനെയാണ് നാളെ ചാർട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല. നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ടാക്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഫോൾ ആയിരിക്കും, ഫ്രീ ഫോൾ. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ബജറ്റിൽ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആ റിക്കവറി പിന്നെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചോളാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നോ ട്രേഡിംഗ് സോൺ ഇതിനകം. ഓക്കെ, 23,377 23,326 നോ ട്രേഡിംഗ് സോണ്. 23,400 മുകളിലാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് നോക്കാം. ഇല്ല, 23,326 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന ലെവലുകൾ 23,289, 242, 174, 104 ഇതൊക്കെയാണ് നാളത്തെ ലെവലുകൾ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിനകത്തിൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്തിൽ വരുന്നവരോട് ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് നിങ്ങളെ സ്വന്തമായി ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുക. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോവുക. ഒന്നിച്ച് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഇവിടുന്ന് പ്രോഫിറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. പ്രോഫിറ്റും ലോസും ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, ഒരു ട്രേഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ലോസിനെ മിനിമൈസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പ്രോഫിറ്റ് അല്ല ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ലോസിനെ മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ തീവ്രത കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.